വെൽക്കം ഓൾ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഇൻ്റർ സിമ്പൽ ഇൻ്റർഫറൻസ് അഥവാ ISI, നെക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ സീറോ ISI ആൻഡ് റൈസ്ഡ് കോസൈൻ സ്പെക്ട്രം. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർ സിമ്പൽ ഇൻ്റർഫറൻസ് ISI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിറ്റ് എറർ കോസ്ഡ് ഇൻ ദ ബേസ്ബാൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം വിച്ച് arises when a transmission system which arises when the communication channel is dispersive. അതായത് ഡിസ്പേഴ്സീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാകുന്ന ഒരു ബിറ്റ് എററാണ് ISI. ഇതിന് കാരണങ്ങൾ അഥവാ അതിൻ്റെ കോസസ് ഓഫ് ISI എന്ന് പറയുന്നത് ഇൻപെർഫെക്ഷൻ ഓഫ് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം വെൻ എ ഷോർട്ട് pulse of duration TB is transmitted through a band limited system. Then the frequency component contained in the input pulses are differentially attenuated and differentially delayed by the system. അതായത് ഫ്രീക്വൻസി റെസ്പോൺസിലുണ്ടാകുന്ന ഇൻപെർഫെക്ഷൻ, ഒരു ഷോർട്ട് പൾസ് ഡ്യൂറേഷൻ TB ഒരു ബാൻഡ് ലിമിറ്റഡ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി റെസ്പോൺസിലുണ്ടാകുന്ന ഇൻപെർഫെക്ഷനാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അതുമൂലം ഇൻപുട്ട് പൾസിൽ ഒരു ഡിലേ ഉണ്ടാകുന്നു. അതാണ് ISIക്ക് കാരണം. ഈ ISI റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സീറോ ISI എന്നുള്ള ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ഓർ ഐഡിയൽ സൊല്യൂഷൻ. ഈ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ ഒരു സൈൻ ഫങ്ഷനിലൂടെ മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഒരു സൈൻ ഫങ്ഷൻ മാത്രമേ സീറോ ISI എന്നുള്ള ഒരു ഗോൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ISI P(t) അഥവാ P(f) എന്നുള്ള 2 സ്പെക്ട്രം, അതായത് P(f) എന്ന് പറഞ്ഞാൽ P(t) ടൈം ഡൊമൈനിലാണ്, P(f) ഫ്രീക്വൻസി ഡൊമൈനിലാണ്. അത് പറഞ്ഞാൽ ഫസ്റ്റ് സ്പെക്ട്രം ഓഫ് ട്രാൻസ്മിറ്റ് ഫിൽട്ടർ ചാനൽ ആൻഡ് റിസീവർ ഫിൽറ്ററിൻ്റെ ട്രാൻസ്മിറ്റ് ഫിൽറ്ററിൻ്റെ ഫസ്റ്റ് സ്പെക്ട്രമാണ് P(t) അല്ലെങ്കിൽ P(f). പിന്നെ ഫോർ സീറോ ISI നമ്മൾ എടുക്കുന്ന ഫങ്ഷൻ P(t) sin C2 β0t, അതായത് β0 1/2 TB. അതാണ് നൈക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് മിനിമം ബാൻഡ് വിഡ്ത്ത് ഫോർ സീറോ ISI, അതാണ് നൈക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം P(t) sin C T/TB എന്ന് എഴുതാം. അതായത് β0ൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P(t) sin C T/TB എന്ന് കിട്ടുന്നു. അതായത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ആൻ ഐഡിയൽ ലോ പാസ് ഫിൽറ്ററാണ് ഈ ഫങ്ഷൻ. അപ്പോൾ ആ ഇമ്പൾസ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സീറോയിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റിയാണ്. മാത്രമല്ല TBൻ്റെ ഓരോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ, അതായത് ±TB, ±2TB, ±3TB അങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. പിന്നെ നമുക്കറിയാം അതിൻ്റെ ഈ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഹൈറ്റ് ടൈം കൂടുന്തോറും കുറഞ്ഞ് വരികയാണ്. പിന്നീട് നമ്മൾ ഈ സ്പെക്ട്രത്തിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് കിടക്കുന്നു. അതായത് P(t)ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ P(f) കിട്ടുന്നു. P(f) നമുക്ക് നോക്കിയാലറിയാം സീറോയിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/2 β0 ആണ്. മാത്രമല്ല അതിൻ്റെ മൊത്തം വിഡ്ത്ത് എന്ന് പറയുന്നത് -β0 to β0, അതായത് 2 β0 ആണ് അതിൻ്റെ മൊത്തം വിഡ്ത്ത്. പിന്നെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് -∞ to +∞ ഇൻ്റഗ്രൽ P(f) df, അതായത് യൂണിറ്റിയാണ് അതിൻ്റെ ഏരിയ. പിന്നെ ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് P(f) = 1/2 β0 ഫോർ mod f <β0. നമുക്ക് ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം മോഡ്-എഫിന് കുറവാകുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/2 β0 ആണ്, അല്ലാത്ത പക്ഷം 0 ആണ്. ഫോർ എക്സ്പ്ലെയിൻ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ നൈക്വിസ്റ്റ് സൊല്യൂഷൻ
നമ്മൾ വീണ്ടും പഴയ സിഗ്നലിലേക്ക് തന്നെ പോകണം. പി ഓഫ് ടി ഈക്വൽ ടു സൈൻ സി 2 ബീറ്റ 0 ടി. അതായത് ബീറ്റ 0 എന്ന് പറയുന്നത് 1/2 ടി ബി. അതാണ് നൈക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ 0-ൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. നേരത്തെ പറഞ്ഞതേ കാര്യം. ഓരോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിലും ടി ബിൻ്റെ ഓരോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് ടി മൈനസ് കെ ടി ബി ഈക്വൽ ടു സൈൻ സി 2 ബീറ്റ 0 ഇൻറ്റു ടി മൈനസ് കെ ടി ബി എന്ന് പറയാം. അതായത് കെ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഓരോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ്. അതായത് ഓരോ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ പ്ലസ് ഓർ മൈനസ് ടി ബി, പ്ലസ് ഓർ മൈനസ് 2 ടി ബി, പ്ലസ് ഓർ മൈനസ് 3 ടി ബി, അവിടെയൊക്കെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി ഓഫ് ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ 1, 2 എക്സെട്ര അങ്ങനെ അതാണ് കെനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ ബേസ്മെൻറ്റ് ട്രാൻസിഷൻ സിസ്റ്റം ദ മോഡിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നൽ വൈ ഓഫ് ടി എന്ന് പറയുന്നത് മ്യൂ ടൈംസ് സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ പി ഓഫ് ടി മൈനസ് കെ ടി ബി എന്ന് എഴുതാം. അപ്പോൾ 0 ISI കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ടീൻ്റെ വാല്യൂ 0, അതേപോലെ പ്ലസ് ഓർ മൈനസ് ബി, പ്ലസ് ഓർ മൈനസ് 2b അങ്ങനെയുള്ള ഓരോ ഇൻ്റർവെല്ലും സാമ്പിൾ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ സി 2 ബീറ്റ 0 ടി ആണ്. അത് വൈ ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ടി ഈക്വൽ ടു മ്യൂ ടൈംസ് കെ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ സൈൻ സി ഇൻറ്റു 2 ബീറ്റ 0 ഇൻറ്റു ടി മൈനസ് കെ ടി ബി എന്ന് കിട്ടുന്നു. അതായത് വൈ ഓഫ് ടി ഈക്വൽ ടു കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൈ ഓഫ് ടി ഈക്വൽ ടു മ്യൂ ടൈംസ് കെ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ സൈൻ സി 2 ബീറ്റ 0 ടി മൈനസ് 2 ബീറ്റ 0 ടി ബി കെ എന്ന് കിട്ടുന്നത്. അതായത് ബീറ്റ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 1/2 ടി ബി. അതായത് 2 ബീറ്റ 0 ടി ബി എന്ന് പറയുന്നത് 1 ആണ്. അത് ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ടി ഈക്വൽ ടു മ്യൂ ടൈംസ് കെ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ സൈൻ സി 2 ബീറ്റ 0 ടി മൈനസ് 2 ബീറ്റ 0 ടി ബിക്ക് പകരം 1 കൊടുക്കുമ്പോൾ മൈനസ് കെ എന്ന് മാത്രമാകും. അതാണ് വൈ എഫ് ടീൻ്റെ ഫൈനൽ ഇക്വേഷൻ. പിന്നെ ISI എന്ന് പറയുമ്പോൾ റിസീവർ സാമ്പിളിംഗ് സർക്യൂട്ടിലെ ക്ലോക്കിലുണ്ടാകുന്ന ഇന്നാക്യുറേറ്റ് സിങ്ക്രണൈസേഷൻ, അതാണ് ആ എറർ. ISI എന്ന് പറയുന്ന എറർ. ആ ടൈം എററിനെ നമ്മൾ ടി ഈക്വൽ ടു ഡെൽറ്റ ടി എന്ന് എടുക്കുന്നു. അതായത് ഈ ഇക്വേഷനിലെ ടിക്ക് പകരം നമ്മൾ ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈമിംഗ് എററാണ്, ക്ലോക്ക് പൾസിലുണ്ടാകുന്ന ടൈമിംഗ് എറർ. അപ്പോൾ ഇക്വേഷൻ വൈ ഓഫ് ടി ഈക്വൽ ടു മ്യൂ ടൈംസ് കെ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ സൈൻ സി 2 ബീറ്റ 0 ഡെൽറ്റ ടി മൈനസ് കെ എന്ന് വരുന്നു. അതായത് ടിക്ക് പകരം എല്ലായിടത്തും ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നീട് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നോർമലൈസ്ഡ് സൈൻ ഫംഗ്ഷൻ സൈൻ സി എക്സ് ഈക്വൽ ടു സൈൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ പൈ എക്സ് എന്നാണല്ലോ. അപ്പോൾ മ്യൂ ടൈംസ് കെ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ ഇൻറ്റു 2 സൈൻ 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി മൈനസ് പൈ കെ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ബീറ്റ 0 ഡെൽറ്റ ടി മൈനസ് കെ എന്ന് വരും. ഈ ഫോർമുല ഉപയോഗിക്കുന്നത് നോർമലൈസേഷൻ ഫോർമുല, സൈൻ്റെ നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നു. അതായത് അതിൻ്റെ ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ അറിയാം സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോർമുലയാണ്. ഡിനോമിനേറ്റർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ന്യൂമിനേറ്റർ സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോർമുല സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? മ്യൂ ടൈംസ് കെ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എ കെ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ബീറ്റ 0 ഡെൽറ്റ ടി മൈനസ് കെ ഇൻറ്റു സൈൻ എ മൈനസ് ബി ഫോർമുല സൈൻ 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി ഇൻറ്റു കോസ് പൈ കെ മൈനസ് കോസ് 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി ഇൻറ്റു സൈൻ പൈ കെ എന്ന് വരും. അപ്പോൾ സൈൻ പൈ കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ടേം മൈനസിന് ശേഷമുള്ള ഈ രണ്ടാമത്തെ ടേം കോസ് ടേം മൊത്തം 0 ആയി പോകും. പിന്നെ കോസ് പൈ കെ എന്ന് പറയുന്നത് -1/k എന്നാണ്.
അപ്പോൾ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഡെൽറ്റ ടി ഈക്വൽ ടു മ്യൂ ടൈംസ് കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എ കെ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ബീറ്റ 0 ഡെൽറ്റ ടി മൈനസ് കെ ഇൻറ്റു മൈനസ് 1 റൈസ് ടു കെ സൈൻ ബീറ്റ 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. അതായത് മൈനസ് 1 റൈസ് ടു കെയും സൈൻ പൈ കെ 0 ആയി, രണ്ടാമത്തെ ടൈം മൊത്തം 0 ആയി പോകും. അതിൻ്റെ ശേഷമുള്ള ഇക്വേഷനാണ് ഈ ലാസ്റ്റ് y ഡെൽറ്റ ടി ഈക്വൽ ടു മ്യൂ ടൈംസ് കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എ കെ ഡിവൈഡ് ബൈ പൈ 2 ബീറ്റ 0 ഡെൽറ്റ ടി മൈനസ് കെ ഇൻറ്റു മൈനസ് 1 റൈസ് ടു കെ സൈൻ 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി പറയുന്നത്. ഈ ഇക്വേഷനിലെ സമ്മേഷനെ നമ്മൾ കെ ഈക്വൽ ടു 0 എന്ന് ഉള്ളപ്പോഴും കെ ഈക്വൽ ടു കെ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള രണ്ട് കണ്ടീഷനിലായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ആ സമ്മേഷനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് y ഓഫ് ഡെൽറ്റ ടി ഈക്വൽ ടു മ്യൂ ടൈംസ് എ 0 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ബീറ്റ 0 ഡെൽറ്റ ടി ഇൻറ്റു സൈൻ 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി പ്ലസ് ഇത് കെ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മ്യൂ ടൈംസ് എ കെ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2 ബീറ്റ 0 ഡെൽറ്റ ടി മൈനസ് കെ ഇൻറ്റു മൈനസ് 1 റൈസ് ടു കെ സൈൻ ബ്രാക്കറ്റിൽ 2 ബീറ്റ 0 പൈ ഡെൽറ്റ ടി വരും. അതായത് ഒന്നുമില്ല, ഇതിലൊന്നിൽ കെ ഈക്വൽ ടു 0 എന്നും മറ്റേതിൽ കെ നോട്ട് ഈക്വൽ ടു 0, അതായത് കെ ആയിട്ട് തന്നെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഇക്വേഷൻ സ്പ്ലിറ്റ് ആയിട്ട് എഴുതിയതാണ് താഴെ കണ്ടത്. ഇതിൽ ഫസ്റ്റ് കെ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ വരുന്നതാണ് ഡിസൈർഡ് സിമ്പിൾ. ഇത് മ്യൂ എ 0 സൈൻ സി 2 ബീറ്റ 0 ഡെൽറ്റ ടി, അതാണ് നമ്മുടെ ഡിസൈർഡ് സിമ്പിൾ. പിന്നെ ISI, ഈ ടൈമിംഗ് എറർ മൂലമുണ്ടാകുന്ന ISI ആണ് ഈ രണ്ടാമത്തെ പാർട്ട്. ഇത് കെ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഈ രണ്ടാമത്തെ പാർട്ട്, ഇതാണ് നമ്മുടെ ISIനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. This term will delay at the rate of 1 by delta t due to discontinuity of p of f at plus or minus beta 0. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ISI എന്ന് പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസിലുണ്ടാവുന്ന ഡിലേ മൂലമാണല്ലോ. അപ്പോൾ ഇത് 1 ബൈ ഡെൽറ്റ ടി റേറ്റിൽ കുറഞ്ഞ് വരും. അതാണ് ISI നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ഫോർ 0 ISI. നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ് റൈസ്ഡ് കൊസൈൻ സ്പെക്ട്രം. അതായത് റൈസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് when we move to the physical reliability of the Nikhil's channel, there is a discontinuity at minus beta 0 and beta 0. This frequency response decreases at minus beta 0 and beta 0. This is not reliable. For making this feasible, we make some modification, and the modified PFT is called raised cosine spectrum. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ISI ടൈമിംഗ് എറർ മൂലം ഉണ്ടാകുന്ന ISIയിൽ മൈനസ് ബീറ്റ 0യിലും പ്ലസ് ബീറ്റ 0യിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ഫിസിക്കലി റിലയബിൾ അല്ല. അത് റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PFT എന്ന് പറയുന്ന ആ സ്പെക്ട്രത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തും. ആ മോഡിഫിക്കേഷനാണ് മോഡിഫൈ ചെയ്തതിന് ശേഷമുള്ള സ്പെക്ട്രമാണ് റൈസ്ഡ് കൊസൈൻ സ്പെക്ട്രം. റൈസ്ഡ് കൊസൈൻ സ്പെക്ട്രം റോൾ ഓഫ് നൈക്വിസ്റ്റ് ഫിൽറ്റർ. PFF ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം, ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്, റോൾ ഓഫ് പോർഷൻ ഉണ്ട്. ആ റോൾ ഓഫ് പോർഷൻ ആണ്, അതായത് F1 to 2 ബീറ്റ 0 മൈനസ് F1 വരെയുള്ള ആ പോർഷനാണ് ഡിസ്കണ്ടിന്യൂറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫ്ലാറ്റ് പോർഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/2 ബീറ്റ 0 ആണ്. അതായത് F1 to 0 to F1 വരെയുള്ള ആ പോർഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/2 ബീറ്റ 0 ആണ്. ബാക്കിയുള്ള പോർഷനാണ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ കേര എന്ന് പറയുന്നത് അതാണ് റൈസ്ഡ് കൊസൈൻ ഫിൽറ്റർ. ഇത് ഫിസിക്കലി റിയലൈസബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്ററാണ്. ഈ മാത്രമല്ല, ഈ ചെരിഞ്ഞ റോൾ ഓഫ് പോർഷൻ ഒരു പുതിയ പാരാമീറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അതായത് ആൽഫ ഈക്വൽ ടു 1 - F1 ഡിവൈഡ് ബൈ ബീറ്റ 0 എന്നാണ്. ഇത് അഥവാ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ F1 ആൻഡ് നൈക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ 0. അതായത് ഫ്രീക്വൻസിയും നൈക്വിസ്റ്റ് ബാൻഡ് വിഡ്ത്തും തമ്മിലുള്ള റിലേഷനായിട്ടും ഈ ആൽഫേനെ നമുക്ക് പറയാം.
പിന്നെ മാത്തമാറ്റിക്കലി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പി ഓഫ് എഫ് ഈക്വൽ ടു 1/2 ബീറ്റ 0 ഫോർ മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ F1. ഇത് ഫ്രീക്വൻസി F1-നേക്കാൾ കുറവാകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ബീറ്റ 0 ഈ ഫിഗറിൽ കാണുന്ന പോലെ. ശേഷം 1/4 ബീറ്റ 0 ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഓഫ് മോഡുലസ് ഓഫ് എഫ് മൈനസ് F1 ഡിവൈഡ് ബൈ 2 ബീറ്റ 0 മൈനസ് 2 F1 ആണ്. അപ്പോൾ F1-ൻ്റെയും 2 ബീറ്റ 0 മൈനസ് F1-ൻ്റെയും ഇടയിലുള്ള ആ ചെരിഞ്ഞ പോർഷൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അതർവൈസ് ശേഷം അങ്ങോട്ട് 0 ആണ്. മോഡുലസ് ഓഫ് എഫിനേക്കാളും കൂടുമ്പോൾ 0 ആണ്. പിന്നീട് നമ്മൾ ആൽഫേൻ്റെ സിഗ്നിഫിക്കൻസിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം ആൽഫ ഈക്വൽ ടു 1 മൈനസ് F0 ബൈ ആൽഫ ഈക്വൽ ടു 1 മൈനസ് F1 ബൈ ബീറ്റ 0 എന്നാണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 0 ആവണമെങ്കിൽ F1 ഈക്വൽ ടു ബീറ്റ 0 ആയിരിക്കണം. അതായത് അപ്പോഴാണ് ഐഡിയൽ ലോ പാസ് ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് വിത്ത് BT ഈക്വൽ ടു B0. അതായത് മിനിമം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മിനിമം ബാൻഡ് എടുത്ത് അതായത് നൈക്വിസ്റ്റ് ബാൻഡ് എടുത്തപ്പോൾ 0 ISI ആ കണ്ടീഷൻ വരുന്നത്. പിന്നെ ആൽഫ ഈക്വൽ ടു 1 ആകുമ്പോൾ FI ഈക്വൽ ടു 0, അതായത് ഫുൾ കൊസൈൻ റോൾ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് BT ഈക്വൽ ടു 2 ബീറ്റ 0, അതായത് ഐഡിയൽ സൊല്യൂഷൻ്റെ ട്വൈസ് ആയിരിക്കും വരുന്നത്. പിന്നെ ദാറ്റ്സ് ഓൾ. താങ്ക് യു.